ഒരു പാത്രത്തിലേക്ക് 2.5 കപ്പ് അരിപ്പൊടി എടുക്കാം. അപ്പം, ഇടിയപ്പം, പത്തിരി എന്നിവയ്ക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുക്കുന്നത്. ചെറിയ തരിയോട് കൂടിയ വറുത്ത അരിപ്പൊടിയാണെങ്കിലും ഇതുണ്ടാക്കാൻ എടുക്കാം. തിളപ്പിച്ചെടുത്ത വെള്ളത്തിലാണ് നമ്മൾ ഇനി പൊടി കുഴയ്ക്കുന്നത്. അപ്പോൾ ഇതിനുള്ള വെള്ളം എങ്ങനെയാണ് തയ്യാറാക്കിയത് എന്ന് നോക്കാം. 2.5 കപ്പ് അരിപ്പൊടിക്ക് 2.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളപ്പിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് വെള്ളം നന്നായി തിളച്ചു വന്ന ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒട്ടും തണുക്കാതെ പൊടിയിലേക്ക് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ഇനി നമ്മൾ തണുത്തതിന് ശേഷം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊടിയുടെ സോഫ്റ്റ്നെസ് അഥവാ കൊഴുക്കട്ടയുടെ സോഫ്റ്റ്നെസ് കുറഞ്ഞു പോകും. ഇനി ഒരുപാട് നേരം വെള്ളം വെട്ടി തിളപ്പിച്ചിട്ടാണ് പൊടിയിലേക്ക് ഒഴിക്കുന്നതെങ്കിൽ ആ പൊടിയുടെ പശ ഇളകിയിട്ട് നമ്മുടെ കൊഴുക്കട്ട വളരെയധികം സ്റ്റിക്കി ആയിട്ട് പോകും. അപ്പോൾ അത് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ 2 കാര്യങ്ങളും ശ്രദ്ധിക്കണം. തിളപ്പിച്ചെടുത്ത വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് പൊടി കുഴച്ചെടുക്കാം. ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത്. അങ്ങനെയാകുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകും. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് മാത്രമേ ഒഴിക്കാവുള്ളൂ. നല്ല ചൂടുണ്ട് വെള്ളത്തിന്. അതുകൊണ്ട് ഒരു തവി ഉപയോഗിച്ച് നമുക്ക് ആദ്യമേ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചൂട് കുറഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. പൊടിയെല്ലാം പാകത്തിന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനി അടച്ചു വയ്ക്കാം. ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്ത് കൊണ്ടുവരാം. 5 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചിരണ്ടി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 5 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ശർക്കര ചേർക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമാണ് നമ്മൾ പഞ്ചസാര ചേർക്കുമ്പോൾ. മാത്രവുമല്ല ഇതിൻ്റെ ടേസ്റ്റും ഒന്ന് വേറെയാണ്. പഞ്ചസാരയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചും കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടാനായിട്ട് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. 2.5 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. ചെറിയ ജീരകവും ഏലക്കയും കൂടി പൊടിച്ചിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് ഏലക്ക ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഉരുളകളാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നെന്ന് തോന്നുമ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് കൈ നനച്ച് കൊടുത്താൽ മതി. കുറേശ്ശെ മാവെടുത്ത് മീഡിയം വലിപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കാം. ആദ്യം നമ്മുടെ കൈകൊണ്ട് തന്നെ ഇതുപോലെ ഉരുട്ടി നല്ല ഒരു ഷേപ്പിലാക്കി എടുക്കണം. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് ഓരോ ടീസ്പൂൺ ഫില്ലിങ്സ് വീതം വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് നിറച്ച ശേഷം ഇതുപോലെ സൈഡിൽ നിന്ന് കുറേശ്ശെ മാവ് വെച്ചിട്ട് നമുക്ക് ഇത് മുഴുവൻ അടച്ചു കൊടുക്കണം. മുഴുവനും അടച്ചിട്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ വീണ്ടും ഉരുട്ടി നല്ലൊരു റൗണ്ട് ഷേപ്പ് ആക്കി കൊടുക്കാം. ഒരെണ്ണമായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെക്കാം. ഇനി ബാക്കിയുള്ള മാവും കൂടി ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കണം. ഉരുളകളാക്കുന്ന ഇതേ സമയം നമുക്കൊരു സ്റ്റീമറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആവി കയറാനായിട്ട് ഫ്ലെയിം ഓണാക്കി വെക്കാം. പെട്ടെന്ന് നമുക്ക് ഓരോ ഉരുളകളാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ മുഴുവൻ മാവും ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ആവി കയറി വരുന്ന സ്റ്റീമറിൻ്റെ തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ മുഴുവനും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടച്ചിട്ട് വേകാനായിട്ട് 20 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. വേകാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി തുറന്നു നോക്കാം. കൊഴുക്കട്ടയെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ആവി വെള്ളം തട്ടി കൈയൊന്നും പൊള്ളാതെ കുറച്ച് ആവി പോയതിന് ശേഷം പതിയെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഫ്രണ്ട്സ്, അങ്ങനെ അടിപൊളി രുചിയുള്ള നല്ല സോഫ്റ്റ് നാടൻ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരെണ്ണം എടുത്തിട്ട് മുറിച്ച് നോക്കാം. ഫ്രണ്ട്സ്, കാണുന്നത് പോലെ തന്നെ പഞ്ചസാരയും ജീരകവും തേങ്ങയും എല്ലാം ചേർന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ള സോഫ്റ്റ് കൊഴുക്കട്ടയാണിത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ശർക്കരയൊക്കെ പൊടിക്കാനും ഉരുക്കാനും ഒക്കെ സമയമില്ലാത്തപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഈസി കൊഴുക്കട്ടയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് അറിയിക്കണേ. മറ്റൊരു പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്